പക്ഷേ ഇത് നമ്മുടെ മലയാളികൾ അതിനെ വളരെ വൾഗറായിട്ടാണ് എടുത്തുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പെൺകുട്ടികൾ, സ്ത്രീകൾ അവരുടെ ഹാഫ് നേക്കഡായ അല്ലെങ്കിൽ അവരുടെ എക്സ്പോസ്ഡായ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഈ സബ്സ്ക്രൈബ്ഡ് അക്കൗണ്ടുകൾ കൊണ്ടുവരാം. ഈ അടുത്ത് ഒരു ബോളിവുഡ് നടി എന്താണ് തൻ്റെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. അവർ എന്താ വെച്ചാൽ എൻ്റെ ചിത്രം കണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തിട്ട് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതെ, എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, കാരണം നടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന രൂപത്തിലൊരു ചിന്താഗതിയുള്ളത്. പോയ വാരം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചാനലുകളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ കുറഞ്ഞു പോയൊരു വിഷയമാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പോൺ സൈറ്റുകളിലും ബാക്കിയൊക്കെ അന്യാധീനമായി വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും അതിനെതിരെ പരാതിപ്പെടുകയും അതിനനുസരിച്ച് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടുപോയി. ഈ ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയായി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പല രൂപത്തിലുള്ളത് വരുന്നത് ഈ കുടുംബങ്ങളോ ഈ ആളുകളോ ഒന്നും അറിയാതെ തന്നെ അതൊരു കച്ചവട ചരക്കായി വേണ്ടാത്ത സൈറ്റുകളിലും ബാക്കിയൊക്കെ അവരുടെ തലയും മറ്റുമൊക്കെ ഉടലൊക്കെ മാറ്റി വെച്ചിട്ട് വരുന്നു എന്നുള്ളത് ഭയങ്കര വേദനാജനകമാണ്. അത് ഭയങ്കര തെറ്റായൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ പോയ വാരം ചർച്ച ചെയ്യപ്പെടാത്തൊരു ഈ ഒരു വിഷയമാണ് സ്പോട്ട്ലൈറ്റിൽ അടുത്തിരിക്കുന്നത്. എന്താണ് അമിത് മാഷ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? അല്ല, ഈ സൈബർ ലോകത്തെ ചതിക്കുഴികൾ വ്യാപകമായി കൊണ്ടിരിക്കണു എന്നുള്ളത് നമ്മൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു ഇത് കുറച്ച് ഉണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ലോൺ ആപ്പുകളിൽ പെട്ടുകൊണ്ട് ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു OTP എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടൊരു OTP അയക്കാൻ പറഞ്ഞു, OTP അയച്ചാൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് കാലിയാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ലോകത്തെക്കുറിച്ചൊരു ജാഗ്രത ഇനി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ നമ്മൾ ഈ മോർഫിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ധാരണക്കുറവുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇമേജുകൾ അത് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ മാറ്റി ഒറ്റിച്ച് ചേർത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത അശ്ലീല സ്വഭാവം വരെയുള്ള നമ്മുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുള്ളതാണ്. ഇതിനകത്തൂടെ ധാരാളമായിട്ട് ഈ സെക്ഷൽ ക്രൈമുകൾ, വയലൻസ് ഇതിനകത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഒരർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ബുള്ളിയിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പം സംഭവിച്ചെന്ന് വെച്ചാൽ നേരത്തെ ഇങ്ങനെ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഉണ്ടാക്കാൻ പ്രൊഫഷണൽസിനെ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം അതിൻ്റെ ടെക്നോളജി ശരിക്കും അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റായിരുന്നു. ഇപ്പോൾ AI വന്നതോടെ ഇത് വളരെ എളുപ്പമായിട്ടുണ്ട്, പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അപകടം ലോകത്ത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എഡ്ജിലേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആനിമേഷൻസിലും മൂവീസിലൊക്കെ ഇത് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു എന്താണ് സ്പെഷ്യൽ ഇഫക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊരു തലം സ്പെഷ്യൽ ഇഫക്റ്റിലേക്ക്, ഒരു ക്രൈമിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 25-26 തന്നെ ധാരാളം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പോൾ കോയമ്പത്തൂരിൽ കഴിഞ്ഞ വർഷം 20ഓളം 23 തോന്നുന്നു പെൺകുട്ടികളുടെ, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇതുപോലെ മോർഫ് ചെയ്തതിൻ്റെ പേരിൽ അതേ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ, 20 വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കേസായി. അപ്പോൾ എവിടെ നിന്നാണ് ഈ ചിത്രങ്ങൾ എടുത്തത് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇദ്ദേഹം ഈ ചിത്രം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇതുപോലത്തെ തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ, അവർ തൻ്റെ സഹപ്രവർത്തകയുടെ ചിത്രം, അതൊരു തരം വിരോധത്തിൻ്റെ പേരിൽ, ഒഫീഷ്യലായിട്ടുള്ള വിരോധത്തിൻ്റെ പേരിൽ മോർഫ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വള്ളിക്കുന്ന്, നമ്മളീ പറഞ്ഞ പരപ്പനങ്ങാടി ഉണ്ടായ സംഭവം, അതായത് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ചിത്രങ്ങൾ കിട്ടിച്ചാൽ സോഷ്യൽ മീഡിയയിൽ വളരെ എന്താ പറയുക, പല രീതിയിലും പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം മോർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന വളരെ കൃത്യമായൊരു കാര്യം എന്താണ്, എന്തിനു വേണ്ടി ഈ സോഷ്യൽ മീഡിയ അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു പരസ്യ പ്രചരണത്തിനുള്ള ഒരു ലോകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തുനിന്നാണ് ഈ അപകടം തുടങ്ങുന്നത്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാർ വരെ ചെയ്യുന്നൊരു അപകടം തങ്ങളുടെ കുട്ടികളുടെ ചെറുപ്രായം തൊട്ടുള്ള ഫോട്ടോകളുടെയൊക്കെ ഒരു ആൽബം, ഇങ്ങനത്തെ ഡിജിറ്റൽ ആൽബമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ
സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ എല്ലാവരും കണ്ടിട്ട് ആസ്വദിച്ചോട്ടെ എന്നാണ്. പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മുഖവും ചിത്രവും ഉപയോഗിച്ചിട്ട് മോർഫ് ചെയ്ത് ഒരു ചിത്രം ഉണ്ടാക്കി നിൽക്കുക. ഇതാണോ അല്ലേ എന്ന് പോലും അവർക്കും പറയാൻ പറ്റില്ല, വേറുള്ളവർക്കും പറയാൻ പറ്റില്ല. പുതിയതൊക്കെ, പക്ഷേ ഇത് വിശ്വസനീയമായി മാറും. ഇപ്പോൾ ധാരാളം നടിമാർ പരാതി, ഇപ്പോൾ ഈ അടുത്ത് ഒരു ബോളിവുഡ് നടി എന്താണ് തൻ്റെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. അവർ എന്താ വെച്ചാൽ എൻ്റെ ചിത്രം കണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തിട്ട് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതെ, എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, കാരണം നടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന രൂപത്തിലൊരു ചിന്താഗതിയുള്ളത്. അപ്പോൾ ഇതേ ചിന്താഗതി ഇത് കാണുന്ന ആളുകൾക്കിടയിലും വ്യാപകമായി മാറുന്നതാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ നമ്മളെന്താണ് 2-3 കാര്യങ്ങളാണ് അതിൽ ജാഗ്രതയായിട്ട് വേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും അനാവശ്യമായി നമ്മളങ്ങനെ എക്സ്പോസ്ഡ് ആകേണ്ട ഒന്നല്ല സോഷ്യൽ മീഡിയ എന്നുള്ള ഒന്ന്. രണ്ടെന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോഴേക്ക് പാനിക്കായി മാറി ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവനവർ ബോധ്യത ഉണ്ടെങ്കിൽ ഇതെൻ്റേതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് അല്ല എന്ന് 100% ധാരണയും ബോധ്യതയുണ്ടെങ്കിൽ നിർബന്ധമായും അവർ ചെയ്യേണ്ടത് തൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കുകയും എന്നിട്ട് പരാതി കൊടുക്കണം. കാരണം ഇത് അല്ല എന്ന് തെളിയിക്കുന്നതിനൊക്കെ ഇപ്പോൾ മാർഗ്ഗങ്ങളുണ്ട്. ഡിജിറ്റൽ ഫോറൻസിക് ഇതുകളൊക്കെ എന്താണ് ധ്യാനം അല്ലാതെ തന്നെ നോക്കിയാലും എന്ത് ചെയ്യും, ഒരു കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചിത്രം കാണുമ്പോഴേക്ക് തൻ്റെ അഭിമാനവും തൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ തെറ്റിദ്ധരിക്കും എന്ന രൂപത്തിൽ ചിന്തിച്ച് ഉടനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, മറിച്ച് അതിനെ ഫൈറ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇതിലൊരു ജാഗ്രത ആവശ്യമുണ്ട്. തങ്ങളുടെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഫോട്ടോകളും മറ്റുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും പിൻവലിക്കാനും അത്തരത്തിലുള്ള പ്രവണതകളെ തന്നെ തടയാനും ശ്രമിക്കണം. ഇതല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഖേദിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യം ഇല്ലാർത്ഥം. അപ്പോൾ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻ്റുകൾ എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാതെ ആവണില്ല, അതവിടെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഡിലീറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പലതും. പക്ഷേ വൺസ് നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ചെയ്യുന്നതോടൊന്നുമില്ല, കാര്യമില്ല, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത എന്തായാലും നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. എന്തായാലും ശരി, പോലീസുമായിട്ട് ബന്ധപ്പെടണം. നിലവിലതിനുള്ള നിയമങ്ങൾ അത് എന്തായാലും ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു നിർബന്ധമായ ജാഗ്രതയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും ഈ ധാരാളം കേസുകൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ ജാഗ്രത ഒരു ഭാഗത്തുണ്ടാവണം. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നവരെ അതിശക്തമായി തന്നെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അത് രണ്ടാമത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു തവണ ചെയ്തവന് രണ്ടാമതും മൂന്നാമതും ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു തടയിടേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ക്യാമ്പസുകളിൽ കണ്ടുവരുന്നത് ചില ഗ്രൂപ്പുകൾ, ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൊതുവായി ആഗ്രഹിക്കണില്ല എങ്കിൽ ഞങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പിൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന സംഗതികളൊക്കെ അവരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവരെ സുഹൃത്തുക്കളെ പുറത്തേക്ക് കൊടുക്കുകയും ബാക്കിയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഫോട്ടോ എവിടുന്ന് ചോർന്ന് നോക്കുമ്പോൾ ആകെ ഒരു ഗ്രൂപ്പിൽ മാത്രമേ, ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ മാത്രമുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടങ്ങളും ബാക്കിയൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളിലെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷൻ സ്റ്റുഡൻസ്, അപ്പോൾ അതിൻ്റെ ജനറൽ ഭാരവാഹി തന്നെ നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ഈ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ടാഗ് ലൈൻ കൊടുത്ത് 16 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ ഇൻ എനി മീൻസ് അവർക്ക് നിയമം കൊണ്ട് തടയിടണം, രക്ഷിതാക്കൾ അത് കൊടുക്കാൻ പാടില്ല എന്നൊരു അവയർനെസ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അറിയാമെങ്കിൽ കൂടെ ഭയങ്കര ഞെട്ടൽ അനുഭവിക്കുന്ന രൂപത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഡാറ്റകൾ ഉള്ളത്. ഇപ്പോൾ ഈ മോർഫെയ്ത് ഉപയോഗിക്കുന്ന ടെലഗ്രാം വഴിയാണ് അതിൻ്റെ വിപണനവും ഒക്കെ അധികവും നടക്കുന്നത്. ഇതിപ്പോൾ പിടിക്കപ്പെട്ടത് ഒരു കുട്ടിയുടെ വിഷയമാണ് നമ്മൾ കേരളം ഒന്നാകെ ഭയങ്കര അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടലോടുകൂടെ ചർച്ച ചെയ്തത്. ഇത് എത്രയോ ആളുകൾ വളരെ സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ 100ഓളാണെന്ന് ഇതുണ്ടെന്നാണ്. ഇപ്പോൾ രാമനാട്ടുകാരിയ ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോഴാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്,
ഇതിപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരറിയാതെ ഇത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിപ്പം ഉദാഹരണത്തിന് ഞാൻ അങ്ങനത്തെ ഒരു സാധനം വാങ്ങി അതിലെ ചിത്രം കണ്ട് എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇത് ഇവിടത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊരു ഇനിയിപ്പോൾ അത് അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഒരാളെ കണ്ടാൽ തന്നെ ഞാനിത് വാങ്ങുന്ന ഒരാളാണ് എങ്കിൽ എന്ന ആളുകൾ മനസ്സിലാക്കുന്നുള്ളത് അത് പുറത്ത് പറയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത എണ്ണം ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് സത്യത്തിൽ. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടപെടുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഞരമ്പ് രോഗികളെല്ലാവരെയും കൂടെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കുറേ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അത് പരിമിതികൾക്ക് അവിടേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തെ സ്റ്റെപ്പ്. എന്നാൽ പിന്നെ ബാക്കിയൊന്നും സംഭവിക്കണില്ല. നേരത്തെ ശിവക പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയി. അത് നമ്മൾ ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വൺസായിട്ടാണ് ഞാൻ ഇട്ടത് എന്നൊന്നും പറയുന്നതിന് ഈ കാലത്തൊരു സെക്യൂരിറ്റിയും ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ അത് ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഏറ്റവും ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ക്യാമറ ഉപയോഗിച്ചൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഈ ഫോട്ടോ ഇടരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ അരികവൽക്കരിച്ച് 6-ാം നൂറ്റാണ്ടും അപരിഷ്കൃത ടാഗുകളൊക്കെ നമുക്ക് തരായിരുന്നു ചെയ്യുക. ഈ പോയിന്റിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇതിന് പരിഹാരം? പരിഹാരം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളത് ഉപയോഗിക്കും. പെൺകുട്ടികളതാണ് അതിൽ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരുടെ എക്സ്പോഷർ കുറയ്ക്കുക എന്നത് തന്നെയാണ് അതിലെ പരിഹാരം. അപ്പോൾ ഇസ്ലാം അതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെ എക്സിബിറ്റ് ചെയ്യുന്നത് പൊതുവേ തന്നെ ഫിസിക്കലി പാടില്ലാത്തൊരു സംഗതി സോഷ്യൽ മീഡിയയിലും പാടില്ല. അത് സൗഹൃദത്തിലായാലും കാഴ്ചയിലായാലും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത നേർക്ക് നേരെ കാണാൻ പാടില്ലാത്തൊരു സംഗതി മൊബൈൽ ഫോണിലൂടെയും കാണാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫിസിക്കലി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം ആരോടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതന്നെ സോഷ്യൽ മീഡിയയിലും പാടുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് എന്നതുകൊണ്ട് നിയമങ്ങൾ മാറുന്നില്ല. ഇപ്പോൾ ഇസ്ലാം ഒരു സ്ത്രീയുടെ എക്സ്പോഷർ ഉണ്ടാകാൻ പാടില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞ നിയമം അത് സത്യത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം വരികയാണ് ചെയ്യുക. ഈ മോർഫിങ്ങിൻ്റെ കാര്യം അത്ര വ്യാപകമാകുന്നതിന് മുമ്പ് നമ്മളിത് പറയുമ്പോൾ നമ്മളെ കളിയാക്കും. ഈ പോയിന്റിൽ അവർക്കത് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ എല്ലാ നിയമങ്ങളും എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷേ ഈ നിയമങ്ങൾ അൽ അലീമും അൽ ഹക്കീമുമായ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനോഭാവവും നമ്മുടെ സൗകര്യങ്ങളൊക്കെ എന്താകുമെന്നും അറിയുന്ന റബ്ബിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണമായിരിക്കും. അതിലേക്ക് നമ്മൾ വരിക എന്നത് തന്നെയാണ് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തെ എപ്പോഴും പുലർത്താൻ നമുക്കുള്ള മാർഗമെന്ന് പറയുന്നത്. അതിന് ഇസ്ലാം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സമയത്തെ ആലോചനക്കനുസരിച്ച് വിമർശിക്കുന്നവർക്ക് പറയാൻ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ നിലക്ക് നമ്മൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടനുബന്ധിച്ച് ഇതിൻ്റെ നിയമനിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഞങ്ങളെ ക്യാമ്പയിനിൽ നമ്മൾ ഉയർത്തുന്നതും അതാണ്. ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് നിർബന്ധമായി നിയമനിർമ്മാണം കൊണ്ടുവരണം. ഇപ്പോൾ നമുക്കറിയാം ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവായ പോളിസികൾ ഉണ്ടാക്കുക എന്നതോടൊപ്പം സമൂഹത്തിലെ ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളെ തടയാൻ കൂടെ നിയമങ്ങൾ കൊണ്ടുവരൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനൊക്കെ AI സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ചുരുങ്ങിയതൊരു 2 കൊല്ലമായി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2026 എല്ലാ കുട്ടികൾക്കും അതിൽ പ്രോംപ്റ്റ് കൊടുക്കാനും യൂസ് ചെയ്യാനൊക്കെ അറിയുന്ന കാലഘട്ടമാണ്. ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് AI-യുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു നിയമനിർമ്മാണം ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐരാവത് എന്ന പേരിൽ AI രാവത് എന്ന് പറയുന്ന ഒരൊറ്റ നിയമനിർമ്മാണമാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്കൊക്കെ പോകുന്നതിന് നമ്മുടെ കുട്ടികളെ തടയിടാൻ പറ്റുന്ന നിയമനിർമ്മാണമാണ് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയിടാൻ നമുക്ക് നിയമനിർമ്മാണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പരപ്പനങ്ങാടിയിലെ കേസിൽ തന്നെ അറസ്റ്റ് കുറേ വൈകിയാണ് നടക്കുന്നത്. എന്താ കാര്യം? പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് എഫ്ഐആർ ഇടാനും പരാതി എടുക്കാനും പാകത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന ന്യായം. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല. അതൊരു ഗ്യാപ്പ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലൂടെ
സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഇനിയും നമ്മൾ എത്രമാത്രം നമ്മൾ ലേറ്റ് ആകുന്നോ അത്രയേറെ പരിക്ക് പ്രകടമായി. ഇപ്പോൾ ഈ ഒരു കേസ് പുറത്തു വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തൊന്നും വരാതെ എത്രയോ ആളുകളുടെ സ്വകാര്യതയെ പിന്നെ അവരുടെ അഭിമാനത്തെയും ഒക്കെ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇത് അറിയില്ല ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 40 പോലീസുകാരുണ്ടെങ്കിൽ 1-2 പോലീസുകാർക്കാണ് എന്ത് ചെയ്യുക ഈ സംവിധാനങ്ങളെ കുറിച്ച് അറിയുണ്ടാവും. അതെ അതെ, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ എക്സ്പോഷറിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് പൈസക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊരു ഓപ്ഷൻ വെക്കാം. അപ്പോൾ മാസത്തിലൊരു ചെറിയ പൈസ 150 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഞാൻ വെച്ചാൽ എന്താ അതിൻ്റെ തത്വം, വളരെ ലിമിറ്റഡായ കുറച്ച് കോണ്ടൻറ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യും. അതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് യൂസർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ മലയാളികൾ അതിനെ വളരെ വൾഗറായിട്ടാണ് എടുത്തുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പെൺകുട്ടികൾ, സ്ത്രീകൾ അവരുടെ പിന്നെ ഹാഫ് നേക്കഡായ അല്ലെങ്കിൽ അവരുടെ എക്സ്പോസ്ഡായ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഈ സബ്സ്ക്രൈബ്ഡ് അക്കൗണ്ടുകൾ കൊണ്ടുവരാം. അപ്പം വെറും ഒരു 120 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വലിയ സംഖ്യയല്ല ഈ കാലത്ത്. അതൊരു മാസം കൊടുത്ത് ഇത്തരം അക്കൗണ്ടുകളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ത്വരയിലേക്ക് അവരെത്തുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് റെസ്ട്രിക്റ്റഡ് അല്ലാത്ത വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, കോണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായും കൂടുതൽ നേക്കഡായ, കൂടുതൽ എക്സ്പോസ്ഡായ ഇത്തരം കാര്യങ്ങൾ കാണാൻ അവരുടെ മനസ്സ് പാകപ്പെടുകയാണ്, അത് ദാഹിക്കുകയാണ്. അപ്പോൾ അതിനെ ഇതുപോലൊരു 120 300 ഒക്കെ രൂപ കൊടുത്ത് മാസം സബ്സ്ക്രിപ്ഷൻ വെച്ച് അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ, 100 രൂപ 120 രൂപ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും തന്നെ ഒരു പരിധി വരെ അങ്ങനെ ഇപ്പോൾ എക്സ്പോസ്ഡായ ഫോട്ടോകൾ പടം കൊടുത്ത് ഒരാൾ കാണുന്നതിന് കുഴപ്പമില്ല, അവർക്ക് ഏണിങ്സ് കിട്ടാണല്ലോ. ഇപ്പോൾ ഒരു മാസം ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള, ഫോളോവേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഉടമയാവുക, മാസം അതിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള തടയിടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ എത്തിക്സ് എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നസീഫ്ക പറഞ്ഞതുപോലെ ഇപ്പോൾ പോലീസുകാർക്ക് അറിയണില്ല എന്നതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു മായാലോകത്തെ ഏത് രൂപത്തിൽ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം, എവിടേക്ക് ഞാൻ പോകാൻ പാടില്ല എന്ന ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ കൊടുക്കാൻ നമ്മൾ കുറേ വൈകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡെവലപ്ഡായ രാജ്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് അവർ പിന്നെ അത്തരം പാഠ്യപദ്ധതികളൊക്കെ രൂപീകരിച്ച് സ്കൂളുകളിലൂടെ അത് നടപ്പിലാക്കി. പക്ഷെ നമ്മളിതിലേക്ക് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എത്രമാത്രം നമ്മൾ വൈകുന്നോ അത്രയും പരിക്ക് നമ്മുടെ ഒരു അടുത്തൊരു യങ് ജനറേഷനിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നിയമനിർമ്മാണം കൊണ്ടുവരിക, കുട്ടികളെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുക, അതോടൊപ്പം പിന്നെ ഇസ്ലാം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരം മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുകയും ചെയ്ത് നമ്മൾ സുരക്ഷിതരാവുക എന്നതാണ് അതിൽ പ്രധാനം തോന്നുന്നത്. ഇതുപോലെ ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളുടെ നോട്ട്ബുക്ക് എഴുതിയിരിക്കണ, ഹോംവർക്ക് എഴുതിക്കണമെന്നൊക്കെ രക്ഷിതാക്കൾ നോക്കും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇൻസ്റ്റൻ്റെ പാസ്വേഡ് എന്താണ്, ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളതൊന്നും പലപ്പോഴും പല രക്ഷിതാക്കളും ആഗ്രഹിക്കണ പോലും ഇല്ല. അതേപോലെ തന്നെ സാധാരണ ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ആ പാസ്വേഡ് അറിയുന്നില്ലാണ് വലിയ ക്രെഡിറ്റ് അവർ, അവർക്കും അറിയാം, അവനും അറിയാം എന്നൊക്കെ പറയും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും അത് ഞാനല്ല, അത് മറ്റേ അക്കൗണ്ടായിരിക്കും, ഈ അക്കൗണ്ട് ഇന്ന ഫോണുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈമലർത്തുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ സംഗതികൾ കയ്യൊന്നും വിട്ട് പോകുന്നുണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഒരു രക്ഷിതാവും എൻ്റെ കുട്ടീൻ്റെ ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് പരിശോധിക്കണില്ല. അവരെ ജിപേയിൽ അമിതമായി പണം ഉണ്ടോ, ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ അറിയാതെ അക്കൗണ്ട് എടുത്തുക്കണോ എന്നവർ നോക്കണില്ല. ശരിക്കും അത് നോക്കണം. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, കുട്ടീൻ്റെ പൈസ എത്ര ഉണ്ട് എന്നൊക്കെ കാര്യങ്ങൾ നോക്കി അവരൊക്കെ മനസ്സിലാൻ പറ്റും. നേരത്തെ റമി പറഞ്ഞ പോലെ ആ വഴിക്ക് ഡിജിറ്റലിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, രക്ഷിതാക്കളാരും ബോധവാന്മാരാത്ത അവസ്ഥ ഉണ്ട്. നമുക്കത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്.